അതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ രക്തം മഹത്വമുള്ളതാണ്, നിങ്ങളുടെ അഭിമാനം മഹത്വമുള്ളതാണ്, നിങ്ങളുടെ സമ്പത്ത് മഹത്വമുള്ളതാണ്. ഈ ദിവസത്തിന്റെ ബഹുമാനം പോലെ ഏതാണ് ഈ ദിവസം? ദുൽഹിജ്ജ 9 ബഹുമാനം പോലെ, അറഫ ദിവസത്തിന്റെ ബഹുമാനം പോലെ, അറഫയുടെ ബഹുമാനം പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ ബഹുമാനം പോലെ നിങ്ങളുടെ സമ്പത്തിന് ബഹുമാനമുണ്ട്. അതായത് സമ്പത്ത് കൊള്ളയടിക്കരുത്, പോക്കറ്റടിക്കരുത്, കട്ടെടുക്കരുത്, മോഷ്ടിക്കരുത്, അതിരു തോണ്ടരുത് സയ്യിദുന. അതുപോലെ തന്നെ അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തരുത് സയ്യിദുന റസൂലുള്ളാഹി. നിങ്ങളുടെ സമ്പത്തിന് ബഹുമാനമുണ്ട് എന്ന് ലോകത്തോട് പഠിപ്പിച്ച ഒരു വലിയ സന്ദേശം ഒന്ന്. രണ്ടാമത്തേത് അറാലക്കും, നിങ്ങളുടെ അഭിമാനത്തിന് മഹത്വമുണ്ട്. മനസ്സിലായില്ലേ? അഭിമാനം, അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരുടെ അഭിമാനം പിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് മതത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും സംഘടനയുടെ പേരിലായാലും വ്യക്തികളുടെ പേരിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിമാനം പിച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് ഇന്ന ദിമാഅക്കും, രക്തം, നിങ്ങൾ കലാപം ഉണ്ടാക്കല്ലേ, രക്തച്ചൊരിച്ചിലുണ്ടാക്കല്ലേ, സംഘർഷം ഉണ്ടാക്കല്ലേ, നിങ്ങൾ സംഘടനകൾ ഉണ്ടാക്കല്ലേ, കത്തിക്കുത്തുണ്ടാക്കല്ലേ, യുദ്ധമുണ്ടാക്കല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ രക്തത്തിന് ബഹുമാനം കൊടുത്ത മതമാണ് ഇസ്ലാം, സമ്പത്തിന് ബഹുമാനം കൊടുത്ത മതമാണ് ഇസ്ലാം, അഭിമാനത്തിന് ബഹുമാനം കൊടുത്ത മതമാണ് ഇസ്ലാം. ഇസ്ലാം മനുഷ്യന്റെ മതമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് തൂക്കിക്കൊല്ലേണ്ട ഒരു സഹോദരിയായിരുന്നു നിമിഷപ്രിയ. നിങ്ങൾ കേട്ടില്ലേ? ഇന്ന് തൂക്കിക്കൊല്ലേണ്ട ഒരു സഹോദരിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പണ്ഡിതന്റെ ഇടപെടൽ മൂലം രാഷ്ട്രീയ കേരളം, ഇന്ത്യ രാജ്യം മുഴുവനും ആ പണ്ഡിതനായ ഖമറുൽ ഉലമ എന്ന പണ്ഡിതനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ നടക്കൂലെന്ന് വേറെ വിഷയം. പക്ഷെ ഇന്ന് തൂക്കിക്കൊല്ലേണ്ടിയിരുന്ന ആ സഹോദരിയുടെ ഇന്ന് തൂക്കിക്കൊല്ലുന്നില്ല, അല്പ ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതായത് ഇന്ന് മരിക്കേണ്ടുന്ന സഹോദരിക്ക് ഒരല്പം ദിവസത്തേക്ക് കൂടിയെങ്കിലും ചുരുങ്ങിയത് ഒരുപാട്